കോഴിക്കോട് വെള്ളയിൽ യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയാണിപ്പോൾ. കൊലപാതക കേസിലെ പ്രതി ശ്രീകാന്താണ് കൊല്ലപ്പെട്ടത്. എലത്തൂർ സ്വദേശിയാണ് കസ്റ്റഡിയിൽ ഇപ്പോഴുള്ളത്. ബൈക്കിലെത്തിയ ആളാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രദേശവാസി 24-നോട് പറഞ്ഞു. കാർ കത്തിയതിനെ തുടർന്നിട്ടുള്ള ഇതാണ് സംഗതി. എന്തായാലും പിന്നെ ആള് ബൈക്കിന്റെ മുകളിൽ കൊടുവാളായിട്ട് പോണ ഇത് കണ്ടിട്ടുണ്ട്. അല്ല, ഈ വെട്ടിയ ആള് ഇടവയ്ക്കാ പോയത്. അപ്പോൾ അവിടുന്ന് വരുന്ന ആൾ കണ്ടിന് കൊടുവാള് വണ്ടീൻ്റെ മുന്നിൽ കുത്തിവെച്ചിട്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് ആളെ മുഖം മനസ്സിലായിട്ടില്ല. ബൈക്ക് സൈറ്റിൽ ആളാന്ന് പറഞ്ഞു. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. സമീർ, ഇത് പോലീസ് ഇപ്പോൾ എന്താണ് ഈ കൊലപാതകത്തെക്കുറിച്ച് പറയുന്നത്? ആരെയാണ് ചോദ്യം ചെയ്യുന്നത്? ആരാണ് സംശയ നിഴലിലുള്ളത്? ഗോപി, രണ്ട് കാര്യങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഒന്ന്, ശ്രീകാന്തിന്റെ ഒരു പശ്ചാത്തലം, അതായത് കുണ്ടുപറമ്പിലെ പ്രഭാകരൻ കൊലക്കേസിലെ പ്രതിയാണ് ശ്രീകാന്ത്. ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നു. ഇതോടൊപ്പം തന്നെ മിനിയാന്ന് രാത്രിയാണ് ശ്രീകാന്തിന്റെ ഒരു കാർ കത്തിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ഇന്ന് പുലർച്ചയോടുകൂടെ ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ശ്രീകാന്തിന്റെ സുഹൃത്തായിട്ടുള്ള എലത്തൂർ സ്വദേശിയാണ്. ഈ എലത്തൂർ സ്വദേശിയും ഒപ്പം തന്നെ ശ്രീകാന്തും ചേർന്ന് ഈ ഓട്ടോയിൽ ഇരുന്ന് മദ്യപിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സുഹൃത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന വേളയിൽ വലിയ രീതിയിൽ അബോധാവസ്ഥയിലായിരുന്നു. മദ്യപിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും അതിനുശേഷമുള്ള വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്നത്. ഈ കൊലപാതകത്തിൽ നേരിട്ട് ഈ വ്യക്തിക്ക് പങ്കില്ല എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, നാട്ടുകാർ ഈ കൊലപാതകം നടത്തിയ ആളെ കണ്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വടിവാളുമായി എത്തി ബൈക്കിലെത്തിയ ആളാണ് കൊലപാതകം നടത്തിയത് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതക ശേഷം പ്രതി വെള്ളയിൽ ഹാർബർ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വെള്ളയിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. വെള്ളയിൽ നടന്ന കൊലപാതകത്തെക്കുറിച്ച് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.